കോഴിക്കോട് GHS പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹിരിയത്ത് SSLC 93 ബാച്ച് ഉന്നത വിജയികളെ അനുമോദിച്ചു. KT മോഹൻദാസ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ SSLC +2 LSS USS വിജയം നേടിയ ഗ്രൂപ്പിലെ മെമ്പർമാരുടെ കുട്ടികളെയാണ് അനുമോദിച്ചത്. അക്കാദമി കുരിക്കിലാട് വെച്ച് നടന്ന ചടങ്ങ് KT മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാജേഷ് ആവണി അധ്യക്ഷത വഹിച്ചു. റഫി KM, രാജീവൻ OM എന്നിവർ ആശംസയും ശ്രീജിത്ത് KM നന്ദിയും പറഞ്ഞു. പ്രദീപ് VP, സുരേഷ് മലയിൽ, പ്രകാശൻ എള്ളോളി എന്നിവർ കുട്ടികൾക്കുള്ള മൊമന്റോ കൈമാറി. അപ്പോൾ പുസ്തക വായന വളരെ നിർബന്ധമാണ്. പത്രം വായിക്കണം. അപ്പോൾ അന്നേരം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പുസ്തകത്തിൽ വായിക്കാൻ നമുക്ക് മൊബൈൽ വായിക്കാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ മൊബൈൽ കിട്ടുന്നില്ല. അത് ഒന്നും തന്നെ ഈ മൊബൈലൊന്നും നിങ്ങൾക്ക് കണ്ടന്റ് അത്ര നേരമൊന്നും വായിക്കാൻ പറ്റില്ല. ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലുള്ള സാധനം നിങ്ങൾക്ക് മൊബൈൽ വായിക്കാനാവില്ല. അത്രയും സമയം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് നിൽക്കാനാവില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്ന സാധനം റീൽസാണ്. അത് 1.5 മിനിറ്റ് 2 മിനിറ്റ് അതിൻ്റെ ആയുസ്. ഈ റീൽസാണ് നമ്മളെപ്പോഴത്തെ ഏറ്റവും വലിയ സംഗതി. അത് മണിക്കൂറുകൾ. കാരണം ഒരു റീല് കണ്ടാൽ ഉടനെ അടുത്തായി ചാടി വരും. അപ്പോൾ പിന്നെ അതോടെ കാണാൻ വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് ചാടി വരും. ഇങ്ങനെ ചാടി വന്നുകൊണ്ടേ ഇതിന് അവസാനമില്ല. അപ്പോൾ ഇതിൻ്റെ അതായത് പറഞ്ഞത് ഇത്തരം ഒരു വെർച്വൽ ലോകത്തിൻ്റെ അടിമയാണ് നമ്മൾ. അപ്പോൾ നിർബന്ധമായും സ്ക്രീൻ ടൈമിൽ നിയന്ത്രണം കൊണ്ടുവരിക തന്നെ വേണം. പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും നിയമനിർമ്മാണം നടത്തി. ആസ്ട്രേലിയ ഇപ്പോൾ ഏറ്റവും അവസാനം നിയമനിർമ്മാണം നടത്തി 12 വയസ്സുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും. നമ്മളും സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ ആ രീതിയിലേക്ക് ലോകം പോകുന്നത്. അപ്പോൾ വികസിത രാജ്യങ്ങൾ ഉന്നതിയിലുള്ള വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ മേഖലകളിലും വലിയ ഉയരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിലുള്ള ചിന്ത വന്നിട്ടുണ്ട്. സ്ക്രീൻ ടൈമിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് സ്ക്രീൻ ടൈമിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല. അതായെനിക്ക് ഒന്ന് പറയാമല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല നിയന്ത്രണം. അമ്മയും അച്ഛനും ഇരുന്നിട്ട് മൊബൈലിൽ നിന്ന് റീല് കളിക്കുകയും കുട്ടിയോട് വായിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ പണ്ട് ഞാനിത് പറഞ്ഞ് ഇങ്ങനെ വീടുകളിൽ വന്ന് ഞാൻ പറഞ്ഞ TV ആണല്ലോ. അത് നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ അച്ഛനമ്മയിൽ നിന്ന് TV കണ്ടിട്ട് കുട്ടീനെ ആദ്യത്തെ റൂമിൽ ഇരുന്നിട്ട് വായിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് TVയുടെ കണക്ഷൻ കട്ടിയാണെന്ന് നമ്മളെന്ന് പറഞ്ഞു. കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ കുറയ്ക്കാം. അപ്പോൾ കുട്ടികളുടെ പഠന സമയത്ത് നമ്മൾ ആരും തന്നെ മൊബൈൽ നോക്കരുത്. കുട്ടികൾ നോക്കരുത്, നിങ്ങളും നോക്കരുത്. എങ്കിൽ മാത്രമേ കുട്ടികളത് നോക്കൂ. അല്ലാണ്ട് നിങ്ങൾ കുട്ടികളെ കാണാണ്ടതെല്ലാം നമ്മൾ ഒളിച്ച് നോക്കിയാൽ അവരത് കണ്ടുപിടിക്കുകയും ചെയ്യും. അവരെ പിന്നെ അവർ ചെയ്യുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈമിൽ നിയന്ത്രണം. പഠന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ നോക്കേണ്ടതില്ല. ഈ മൊബൈൽ ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. ഇത് അങ്ങനെ അത്യാവശ്യമാണ്. ഇപ്പോൾ യാതൊരു സംശയമില്ല. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിലൂടെയാണ്. വലിയൊരു സാധ്യതയാണ് മൊബൈലുള്ളത്. അത് മോശമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക.